എന്താണ് UTI? നമ്മളുടെ റീനൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വൃക്കകളുണ്ട്. അവിടുന്ന് 2 ചെറിയ ട്യൂബ്സ് വഴി ഇത് നമ്മുടെ ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രാശയ സഞ്ചിയിലേക്ക് യൂറിൻ ഫിൽട്ടർ ചെയ്ത് വരുന്നു. ഈ ഫിൽട്ടർ ചെയ്ത യൂറിൻ ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് വോയിഡ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇതിനിടയിലുള്ള ഏതെങ്കിലും ഭാഗം ഒരു അണുബാധ ഉണ്ടായാലാണ് നമ്മളത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുക. അപ്പൊ അതില് നെഫ്രൈറ്റിസ് എന്ന് പറയുക, ഇത് കിഡ്നീസിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ്. പിന്നെ യൂറിത്രൈറ്റിസ് ഉണ്ടാവാം. പിന്നെയാണ് ഈ ബ്ലാഡറിൽ ഉണ്ടാവുന്ന സിസ്റ്റൈറ്റിസ്. ഈ ഇൻഫെക്ഷൻസിന് കാരണം എന്തൊക്കെയാണ്? മെയിൻ കാരണം എന്ന് പറയുന്നത് ഹൈജീൻ ആണ്. പ്രോപ്പർ ആയിട്ട് ആ ഭാഗങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല എങ്കിൽ യൂറിൻ ഹോൾഡ് ചെയ്ത് വെച്ചത് കൊണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും UTI വന്നു ചേരാം. പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, ആർത്തവ വിരാമം വരുമ്പോഴും UTI വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്തൊക്കെയാണ് UTIയുടെ മെയിൻ ഫീച്ചേഴ്സ്? മൂത്രം ഒഴിക്കുമ്പോൾ ഒരു പുകച്ചിലോ ഒരു ഇറിറ്റേഷനോ ഫീൽ ചെയ്യുക, ഇതായിരിക്കും പലപ്പോഴും ആദ്യത്തെ സിംറ്റം ആയിട്ട് കാണുക. വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു തോന്നല്, അടിവയറ്റിൽ വേദന ഉണ്ടാവാം. ഇതാണ് നമ്മൾ UTIയിൽ യൂഷ്വലി കാണുന്ന സിംറ്റംസ്. യൂറിൻ ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ UTI ഉണ്ടോ, അത് ഏത് ലെവൽ വരെയാണ്, അതനുസരിച്ച് ഡോക്ടറെ കണ്ട് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു കണ്ടീഷനാണ്. ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ച, അതായത് ഡയൂറിറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ച് നന്നായി വെള്ളം കുടിക്കുക. ബ്ലാക്ക് കോഫി, അങ്ങനത്തെ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, ആൽക്കഹോൾ, അപ്പൊ അതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതെല്ലാം ചെയ്തിട്ടും പുറത്തോ അല്ലെങ്കിൽ മുഖത്തോ എവിടെയെങ്കിലും നീരോ അസ്വസ്ഥതകളോ കാണുകയോ നമ്മൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ്.